എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡോക്ടർ ആമഡോ ആളാണെങ്കിൽ ആളുടെ സ്പെക്സ് ആ ചുമരിന് നേരെ ഫേസ് ചെയ്ത് വെക്കുകയാണ്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ ഒരു ലൈവ് വിഷ്വൽ അതങ്ങനെ കാണാനായിട്ട് തുടങ്ങും. മറ്റൊന്നുമല്ല, ജീഗണും കോജി കാഷിയും അവരെങ്ങനെ സംസാരിക്കുന്ന വിഷ്വലായിരിക്കും നമ്മുടെ ആൾക്കാർ കാണുക. ജീഗണാണെങ്കിൽ ഇപ്പൊ കോജിക്കിനോട് പറയും, ഞാൻ കവാക്കിയെ തിരികെ പിടിക്കാനായിട്ട് ഒരാളെ ലീഫ് വില്ലേജിലേക്ക് അയച്ചു. പക്ഷേ ഒരുപാട് ദിവസങ്ങളും സമയങ്ങളും സ്പെൻഡ് ചെയ്തിട്ടും കവാക്കി തിരികെ എത്തിയില്ല. ഞാൻ അയച്ച ആളെയും തിരികെ കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് കളത്തിലേക്ക് ഇറങ്ങി ലീഫ് വില്ലേജിലേക്ക് വന്നത്. എനിക്കറിയാം വിക്ടറിന് ആവശ്യം ആ ഡാറ്റാസ് മാത്രമായിരുന്നു. എന്റെ ടീമിലെ യഥാർത്ഥ ചീറ്റേഴ്സ് അത് മറ്റാരുമല്ല, ഒന്ന് കോജിക്കാഷി, മറ്റൊന്ന് ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എന്നെ ചതിക്കാൻ ശ്രമിച്ചത്. നീ ഡെലിബറേറ്റ്ലി ആണ് കൊവാക്കിയെ രക്ഷിച്ചതെന്ന് എനിക്കറിയാം. അത് കേട്ട് ഇവിടെ കൊവാക്കി ഞെട്ടുകയാണ്. ജീഗണാണെങ്കിൽ വീണ്ടും ചോദിക്കും, എനിക്കറിയേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെ മോട്ടീവ് അതെന്താണെന്നാണ്. അവനത് ചോദിക്കേണ്ട താമസം കോജിക്കാഷി അവൻ ചാടി എഴുന്നേറ്റ് ഗ്രീങ്കിനെ ഉപയോഗിച്ച് ജീഗൺ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ജീഗണാണെങ്കിൽ ഞൊട്ടിയിടയിൽ വെട്ടിത്തിരിഞ്ഞ് റാഡുകൾ അവന്റെ ബോഡിയിൽ കുത്തി അങ്ങോട്ട് കയറ്റും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അത് കോജിക്കാഷി അല്ല, മറിച്ച് അവന്റെ വെറും ഒരു ക്ലൗൺ മാത്രമാണ്. നിനക്കറിയേണ്ടത് എന്റെ റിയൽ മോട്ടീവ് അതെന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല ജീഗൺ, നിന്നെ കൊല്ലുക എന്നതാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ലക്ഷ്യം അത് നീയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഡോക്ടറോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ ജീഗണെ കൊല്ലാൻ ശ്രമിക്കണേ? ജീഗൺ അവൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ലേ? അതിന് ഡോക്ടർ ആണെങ്കിൽ ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അതേസമയം ഇവിടെ കോജിക്കാഷി ആണെങ്കിൽ ഫയർ പവറൊക്കെ വെച്ച് ജീഗണുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. രണ്ടുപേരും അങ്ങനെ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കോജിക്കാഷി ആണെങ്കിൽ ഒരു പ്രത്യേക ലാവ അവന് നേരെ ആഞ്ഞടിക്കും. അതിനു മുകളിലേക്ക് അവൻ ഫയർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ ആ തവളയാണെങ്കിൽ ഇവിടുന്ന് തെറിച്ചു പോയി ഇവിടെയുള്ളവരുടെ വിഷ്വല് അത് കട്ടാവുകയാണ്. ഡോക്ടർ പറയും, വിഷ്വല് ചെറുതായിട്ടൊന്ന് കട്ടായി അല്പസമയത്തിനുള്ളിൽ തന്നെ അത് റീകണക്റ്റ് ആവും. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ജീഗൺ ആരാണ്, ഒട്സുസുജി ആരാണ് എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തുനിന്ന് ആരൊക്കെയോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അവരിവിടേക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഞങ്ങളുടെ എല്ലാവരുടെയും സോൾ ഉപയോഗിച്ച് ഒരു ഡൈമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ ഡൈമണ്ട് ട്രീ അത് വളർന്നു വലുതാവുമ്പോൾ എല്ലാവരുടെയും ചക്ര പവർ അബ്സോർബ് ചെയ്ത ഒരു വലിയ ഫ്രൂട്ട് ലഭിക്കും. അത് കഴിച്ച് പവർഫുൾ ആവാനായിരുന്നു അവരുടെ പ്ലാൻ. ഫ്രൂട്ടോ, എനിക്കറിയാം നിനക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന്. വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അതേ കാര്യം തന്നെ. ആ ഡൈമണ്ട് ട്രീ അത് ജനറ്റിക്സും ജനങ്ങളുടെ ചക്ര പവറും അബ്സോർബ് ചെയ്ത് വലിയൊരു ഫ്രൂട്ടായി മാറി. ആ ചക്ര ഫ്രൂട്ട് അതവർ കഴിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവരെ കൊണ്ട് ഇവോൾവ് ആയിട്ട് പോകാനായിട്ട് കഴിയും. കാറയുടെ പ്ലാനും അത് തന്നെയായിരുന്നു. വീണ്ടും അതുപോലൊരു ഡൈമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്യുക, ആ ഫ്രൂട്ട് ഭക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാനും കോജിക്കാഷിയും ചേർന്ന് ഒരു നേരെ തിരിഞ്ഞതും അവനെ തടയാൻ ശ്രമിച്ചതും. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വീണ്ടും ആ കണക്ടിവിറ്റി അത് പഴയതുപോലെ ആവുകയാണ്. ജീഗണാണെങ്കിൽ അത്രയും വലിയ ഫയർ പവർ അത് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നും സംഭവിക്കില്ല. ജീഗൺ അവനോട് പറയും, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ കൊവാക്കിയെ രക്ഷപ്പെടുത്തിയത് അതിനെന്തിനാണെന്ന്. എന്റെ കർമ്മ പവർ അതിന്റെ ലിമിറ്റേഷൻ അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് കവാക്കിയെ രക്ഷപ്പെടുത്തിയതും അവനെ നിങ്ങൾ കൂടുതൽ റിസർച്ചിന് വിധേയമാക്കിയതും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് കണ്ടെത്താനാവില്ല. പക്ഷെ ലീഫ് വില്ലേജിലെത്തിയ നിങ്ങൾ ബൊറൂട്ടോയുടെ കയ്യിലും അതേ കർമ്മ പവർ കണ്ടപ്പോ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആയല്ലേ? കട്ട് ചെയ്താ ഇവിടെ ഡോക്ടർ കണ്ടിന്യൂ ചെയ്യും. കവാക്കിയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അവൻ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതനായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആ കർമ്മ പവർ അതിന്റെ സീക്രട്ട് അത് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. സാസുക, നീ ആ എയർഷിപ്പിലേക്ക് പോയപ്പോ നിനക്കൊരു കോഡ് കിട്ടിയില്ലേ? അതിലൂടെ നിനക്കൊരു ഹിഡൻ ബേസിലേക്ക് എത്താൻ കഴിഞ്ഞു. ആക്ച്വലി അവിടേക്ക് എത്താനായിട്ട് നിന്നെ സഹായിച്ചത് ഞാനാണ്. ട്രാൻസ്മിഷൻ നിഞ്ചിപ്സു അതുപയോഗിച്ചാണ് നിനക്കത് സാധ്യമായത്. അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ലീഫ് വില്ലേജുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ടെൻടെയിലിനെ കുറിച്ചും ആറാ ടീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് നിങ്ങൾ അറിയാനും വേണ്ടിയാണ് ഞാൻ അപ്രകാരം ചെയ്തത്. സാസുക കണ്ട ആ ടെൻടെയില് അത് വേറെ ലെവലാണ്. ഒട്സുസുഗി അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ ടെൻടെയില്. പക്ഷെ ജീഗന്റെ ലക്ഷ്യം അത് ഇതിൽ നിന്നൊരു അല്പം ഡിഫറെന്റ് ആണ്. അവന്റെ ബോഡിയിലുള്ള കർമ്മ പവറിന്റെ ഓണർ അവനാണ് ഇതെല്ലാം അവനെ കൊണ്ട് ചെയ്യിക്കണേ. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ചോച്ചോയെ കാണിക്കും. അവളാണെങ്കിൽ ഷിക്കടയുടെ അരികില് കാവലിരിക്കുകയാണ്. ഈനോജിനാണെങ്കിൽ തണുപ്പത്ത് ഷിക്കടയ്ക്ക് ധരിക്കാനായിട്ട് ഒരു കോട്ടുമായിട്ട് വരികയാണ്. അതിന് ചോച്ചോ പറയും, ഈ സമയത്താണോ നിന്റെ കോട്ട്? ഇപ്പൊ ഇവന് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ പ്രൊട്ടക്ഷൻ അതാണ് അവൻ ആവശ്യമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് സാസുക അവൻ ഡോക്ടറോട് പറയും, അപ്പൊ ജീഗൺ അവനൊരു സാധാരണ ഹ്യൂമൺ അല്ല അല്ലേ?
അവൻ്റെ ബോഡിയിലുള്ള കർമ്മ പവർ അതേതോ ഒരു ഓട്സുസുഗയുടേതാണ്. അവനാണ് ജീഗനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് ഡോക്ടർ പറയും, അതെ, ഇനിയാണ് കഥ വേറെ ലെവലിലേക്ക് പോവുക. കട്ട് ചെയ്ത ഇവിടെ ജീഗണയും ഒസൊക്കെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ടൈജിപ്സും ഒക്കെ ഉപയോഗിച്ച് പൊരിഞ്ഞ പോരാട്ടം. ജീഗണാണെങ്കിൽ അവന്റെ സൈസ് അങ്ങനെ ചെറുതാക്കി മാറ്റി റാഡ് ഇപ്പൊ കോജിക്കാഷിയുടെ കണ്ണിൽ കുത്തി കയറ്റുകയാണ്. പക്ഷെ കോജിക്കാഷി ആണെങ്കിൽ ക്ലൗൺ ഉപയോഗിച്ച് ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം ജീഗണുമായിട്ട് ഫേസ് ടു ഫേസ് നിന്ന്, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല. നീ യഥാർത്ഥ ജീഗണല്ല, മറിച്ച് നീ ഇസുക്കി ഓട്സുസുഗിയാണ്. അത് കേട്ട് ഇവിടെ നറൂട്ടോ അവൻ ഷോക്കാവുകയാണ്. അതിന് ഡോക്ടർ പറയും, അതെ, ജീഗന്റെ യഥാർത്ഥ രൂപം അതാണ്. ആരും തന്നെ ഇതുവരെ അവന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല. കാഗുയ ഓട്സുസുഗിയിൽ നിന്ന് വന്നവനാണ് ഇസുക്കി. സോ അവന്റെ ലക്ഷ്യവും അവന്റെ അമ്മയുടേത് തന്നെയാണ്. സത്യത്തില് കാഗുയയ്ക്കും ഇസുക്കിക്കും ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് ആ ഡയമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇസുക്കിക്ക് ആ ഫ്രൂട്ട് കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായി. പക്ഷേ അവനെ കൊണ്ട് അത് സാധിച്ചില്ല. ആ സമയം അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ സംഭവിച്ചു. സോ ഇസുക്കി ആണെങ്കിൽ അവന് കിട്ടിയ വെസലായി ജീഗണ ഉപയോഗിച്ചു. ജീഗന്റെ ബോഡി അത് അവൻ അബ്സോർബ് ചെയ്തെടുത്ത് കർമ്മ പവർ അത് അവന്റെ ബോഡിയിൽ ഫിക്സ് ചെയ്തു. ആക്ച്വലി ഇസുക്കി ക്ലാനിലുള്ളവര് കർമ്മ പവർ ഉപയോഗിച്ചാണ് മറ്റൊരാളുടെ ബോഡി ടേക്ക് ഓവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. എന്നെ നിങ്ങളുടെ ഗ്രാമത്തിലെ അംഗമായിട്ട് സ്വീകരിക്കണം. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി എനിക്ക് തരണം. അതിന് നറൂട്ടോ പറയും, അത് ചെയ്യാൻ കുറച്ചധികം സമയം ആവശ്യമാണ്. അതിനവൻ പറയും, കുഴപ്പമില്ല, അതുവരെ ഇക്കടയുടെ കഴുത്തിൽ ആ ഒരു ബെൽറ്റ് കാണും. ഇനി എനിക്ക് പറയാനുള്ളത് നിന്റെ മകൻ ബൊറൂട്ടോയെ കുറിച്ചാണ്. മോമോഷുഗി അവളാണ് ബൊറൂട്ടോയെ ഒരു ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്ത് അവന്റെ ബോഡിയിൽ ആ കർമ്മ പവർ അത് ആഡ് ചെയ്തത്. മോമോസുക്കി ആണെങ്കിൽ പതിയെ പതിയെ ഇപ്പൊ ബൊറൂട്ടോയുടെ ബോഡി ടേക്ക് ഓവർ ചെയ്യാണ്. ആ ഒരു കർമ്മ പവർ അതങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും സ്പ്രെഡായി ബൊറൂട്ടോയെ തന്നെ കൺട്രോൾ ഏറ്റെടുക്കും. അതിൽ നിന്ന് ബൊറൂട്ടോയെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല. ഒരേ ഒരു വഴി മാത്രമാണ് ഉള്ളത്. ബൊറൂട്ടോയെ അവനെ കൊല്ലണം. അല്ലെങ്കിൽ ആ മോമോഷുക്കി അവള് ബൊറൂട്ടോയിലൂടെ പുറത്തേക്ക് വരും. ബൊറൂട്ടോയെയും കർമ്മ പവറിനെ പിരിക്കാൻ കഴിയില്ല. അത് കേട്ട് നറൂട്ടോ ഞെട്ടുകയാണ്. ഒരു ഘട്ടത്തിൽ മോമോഷുക്കി അവള് കംപ്ലീറ്റ് ആയിട്ട് ബൊറൂട്ടോയുടെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ബോഡി ഉണ്ടാവില്ല. മാത്രമല്ല ബൊറൂട്ടോ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടാവും. കർമ്മ പവറും ഇല്ലാതെയായി തീരും. ആക്ച്വലി ഇസുക്കി ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാണ് ജീഗന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും അവനത് കംപ്ലീറ്റ്ലി ഇസുക്കിയായി മാറാത്തത്. ഇസുക്കി ആണെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് മരണത്തിന്റെ വക്കിലെത്തിയിരുന്നു. ആ സമയം അവന്റെ സൈസ് ചെറുതാക്കി ജീഗന്റെ ബോഡിയിൽ കയറിപ്പറ്റി. പിന്നീട് ജീഗന്റെ തന്നെ ചക്ര പവർ അബ്സോർബ് ചെയ്താണ് അവൻ നോർമലായി മാറാൻ തുടങ്ങിയത്. അവൻ ജീഗന്റെ ബോഡിയിൽ അവന്റെ ഫിസിക്കൽ ബോഡിയായിട്ട് തന്നെയാണ് ഉള്ളത്. കർമ്മ പവർ ഉപയോഗിച്ച് ഇതുവരെ ജീഗന്റെ ഫുൾ ബോഡി അബ്സോർബ് ചെയ്യാൻ അവന് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു പ്ലാൻ ചെയ്തത്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പവറും ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ച് അവനെ പുറത്ത് കൊണ്ടുവരിക. എനിക്ക് ജീഗൺ ഒരു കറക്റ്റ് ഓപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഫുൾ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല. അവന് പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരു ബോഡി അത് കണ്ടെത്താനാണ് അവൻ ശ്രമിക്കുന്നതെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ജീഗണും കോജിക്കാഷിയും അവർ രണ്ടുപേരും ഈ ലെവൽ പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ ഡോക്ടർ ആണെങ്കിൽ വീണ്ടും പറയും, ഇസുക്കിയുടെ പുതിയ വെസല് അതിനുവേണ്ടിയാണ് ഇത്രയും കാലവും അവൻ അന്വേഷിച്ച് നടന്നത്. അവന്റെ വെസല് മറ്റാരുമല്ല, അത് കൊബാക്കിയാണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ജീഗണാണെങ്കിൽ ഒരുപാട് റാഡുകൾ വീണ്ടും കുറോസാക്കിക്ക് നേരെ വലിച്ചെറിയും. അതിന് കുറോസാക്കി ആണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു സമറിൻ ജിപ്സ് പ്രയോഗിക്കും. സമറിൻ ജിപ്സു അത് പ്രയോഗിക്കേണ്ട താമസം ജീഗന് ചുറ്റും ഫയർ അങ്ങനെ കത്തി എരിയാണ്. ജീഗനാണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. കോജിക്കാഷി ആണെങ്കിൽ അത് കണ്ട് ടെററായിട്ട് ചിരിക്കും. ഇവിടെ ഡോക്ടർ പറയും, ജീഗന്റെ ബോഡി അത് നശിപ്പിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.